പ്രിയപ്പെട്ടവരെ, യാസറാണ് പൂക്കോടുംപാടം. ഈ പോസ്റ്റർ കണ്ടങ്ങൾ മീഡിയ സെമിനാർ സമസ്തയുമായി ബന്ധപ്പെട്ടാട്ടോ. ഫെബ്രുവരി 6 ഫ്രൈഡേ 7 PM പിന്നെ കുനിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാസർഗോഡ്. ശ്രീധരൻപിള്ളൻ്റെ ഫോട്ടോ ഒക്കെ ഇതിലുണ്ട്. ഈ കൂട്ടത്തിൽ ശ്രീധരൻപിള്ളൊക്കെ ഉണ്ട്. എനിക്ക് ഇത് കിട്ടുന്നത് എവിടുന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് രാവിലെ സമസ്തയുമായി ബന്ധപ്പെട്ടൊരു വാർത്ത കൊടുത്തിരുന്നു. മതരാഷ്ട്രവാദവും തീവ്ര പ്രബോധന ശൈലിയും നമ്മുടെ വഴിയല്ല, സമസ്ത അവതരിപ്പിച്ച പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാണുന്ന ഒരു പോസ്റ്ററോട് കൂടിയിട്ടുള്ള ഒരു വാർത്ത നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. അതിൻ്റെ അടിയിൽ വന്നൊരു കമൻ്റാണ്. ഈ ഫോട്ടോ വെച്ചുകൊണ്ട് ഒരു വ്യക്തി എഴുതിയിരിക്കുകയാണ്, ഏറ്റവും വലിയ വിരോധാഭാസം ഹിന്ദു രാഷ്ട്രം പണിയണമെന്നും അതിനുവേണ്ടി പണിയെടുക്കുന്ന അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള എന്ന് എഴുതിയതാവും പോലുള്ള ഇവരെ സ്റ്റേജിലിരുത്തിയാണ് ഈ പ്രമേയം പാസ്സാക്കിയത്. ജമാഅത്തെ ഇസ്ലാമി ആശയം കൊണ്ട് നടക്കുന്നുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. എങ്കിലും അതേ നിലപാട് തന്നെയല്ലേ ശ്രീധരൻപിള്ളയുടെ RSSും എടുക്കുന്നത്? ഒരു ഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമിയെ കടന്നാക്രമിക്കുകയും മറുഭാഗത്ത് RSSനെ മാറ്റിവൽക്കരിച്ച് സ്റ്റേജിൽ കയറ്റി ഇരുത്തുകയും ചെയ്യുന്നു. ഇരട്ടത്താപ്പ് മുസ്ലിം സമുദായം തിരിച്ചറിയുന്നുണ്ടെന്ന് ബോധമുണ്ടാവുന്നത് നല്ലതാണ് എന്നുള്ള ഒരു പോസ്റ്ററും അതിൻ്റെ ഒരു എഴുത്തും കണ്ടപ്പോൾ സത്യത്തിൽ ഇത് ഉള്ളതാണെങ്കിൽ എനിക്കതിനോട് യോജിക്കാൻ കഴിയില്ല. എൻ്റെ നിലപാട് അങ്ങനെ നിങ്ങൾക്കറിയാലോ. ഞാൻ സംഘപരിവാര ഫാസിസ്റ്റ് വിരോധിയാണ്. അതല്ലാതെ ഞാൻ ഈ ലോകത്ത് ഞാൻ ഒരാളേറ്റും ഹക്ക് പറയാം, ഞാൻ ഇന്ന് വരെ ആ രീതിയിലൊരു വെറുപ്പിൻ്റെ രാഷ്ട്രമോ ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം വരണമെന്നോ ഇവിടെ ഹിന്ദുവിനെ അങ്ങനെ കാട്ടണമെന്നോ മറ്റവരോടൊരു വെറുപ്പോ പടച്ച റബ്ബാണ് സത്യം എനിക്കില്ല. എനിക്ക് ഈ രാജ്യത്ത് സുഗമമായി എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കണം. പക്ഷേ അതിനൊക്കെ കടക്കൽ കത്തിവെക്കുന്നത് സംഘപരിവാര ഫാസിസമാണ് എന്നുള്ളത് വിളിച്ചു പറയുന്നു. അത് ഞാൻ ആലോചിച്ച് പോവാണ്. ഞങ്ങളോട് ചോദിക്കട്ടെ, വളരെ നിഷ്കളങ്കമായി ചോദിക്കട്ടെ, ഇവരെ കൂട്ടാത്ത ഒരു പരിപാടിയും അത് മുഴുവനായിട്ട് നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലല്ലോ. ആലോചിച്ച് നോക്കി നിങ്ങൾ. അതല്ലെങ്കിൽ ഇപ്പൊ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ളയൊക്കെ നമുക്കറിയാലോ, എത്ര കേസുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഹാജരാകുന്നതുമൊക്കെ ഏത് തരത്തിലാണ് എന്നുള്ളതൊക്കെ അറിയാം. അദ്ദേഹം പുൽകുന്ന രാഷ്ട്രീയവും അദ്ദേഹം പുൽകുന്ന പ്രത്യയശാസ്ത്രവും എന്താണ് എന്നുള്ളതൊക്കെ തിരിച്ചറിഞ്ഞിട്ടു. നോക്കൂ, നമ്മളെപ്പോഴും പറയലുണ്ട്, ഇപ്പോൾ റമദാൻ വരാൻ പോവാണ്, ഇനിയിപ്പോൾ ഇതേപോലെ തക്കാരങ്ങളൊക്കെ ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട്. നോക്കൂ, മുഖ്യധാര മുസ്ലിം മതസംഘടനകൾക്ക് ഇവരില്ലാതെ നടക്കണില്ലല്ലോ എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇത് പറഞ്ഞ ഇന്നപ്പോൾ എന്തായാലും സംഘികൾ എന്തായാലും തെറി വിളിക്കും. അതിനേക്കാൾ തെറി ആരോ വിളിക്കുക? ഈ പറഞ്ഞ ഇത് ഇപ്പം എൻ്റെ ഇതിൽപ്പെട്ട ആൾക്കാർ ഇപ്പോൾ വിളിക്കും. എത്രയോ സ്വാമിമാർ, എത്രയോ നല്ലവരായ ഹൈന്ദവ തത്വങ്ങളെ അറിയുന്ന നല്ലവരായ മനുഷ്യന്മാർ നമ്മുടെ ഇടയിലില്ലേ? എന്തേ അവരെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഈ രീതിയിലൊരു നല്ലൊരു സൗഹൃദ വേദി പങ്കിടാത്തത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ വലിയ ചോദ്യമായി നിൽക്കണേ. ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ട് ഒരു വിഭാഗം. ഇത് മനസ്സിലാക്കണം. ഇതുണ്ടെങ്കിൽ കേട്ടോ, ഇപ്പൊ ഞാൻ ആ പോസ്റ്റർ കണ്ടു. ഇപ്പൊ AI കാലാണ്, ഇത് ഒന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ ഇതൊരു കമന്റും ഈ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ ഇത് തെറ്റ്, ഇതൊരു നുണയല്ല, ഫേക്കല്ല എന്ന് തോന്നി. കാരണം ഞാൻ സംഭാവന കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന സമസ്ത 100-ാം വർഷം എൻ്റെ അയൽവാസികളായ ഉസ്താദുമാർ വന്നപ്പോൾ ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിലൊരു സംഭാവന നൽകി. കാരണം ഇതൊക്കെ നടക്കേണ്ടതാണ്. നമ്മൾ തീവ്രവാദിയാണെങ്കിലും ഈ പറഞ്ഞ മാതിരി ഈ കാര്യത്തിൽ ഈ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ വന്ന് ചോദിക്കുമ്പോൾ ഒരു തീവ്രവാദവും വരാരും നമ്മളോട് പറയില്ല. അത് അല്ല, എനിക്കതിൽ പരാതിയൊന്നുമില്ല കേട്ടോ. നേരെ മറിച്ച് നമ്മളെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണാൻ പടച്ച റബ്ബാണ് എന്നുള്ള ഒരു ഒരു നീയത്തും ഒരു വിചാരം നമ്മളെ മനസ്സിലുണ്ടല്ലോ. അതുകൊണ്ട് എനിക്കിതൊന്നും ഏശൂല. നിങ്ങൾ ഈ പറയുന്നതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. പക്ഷെ ഹക്ക് പറയാൻ നമ്മളെ നാവ് ഉപയോഗിച്ചില്ലെങ്കിൽ നാളെ അള്ളാന്റെ കോടതി നാളെ ചോദ്യം ചെയ്യപ്പെടൂലേ? അപ്പൊ ഇത് പറയണ്ടേ സമൂഹത്തോട്? അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ഏതായാലും ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ കണ്ടപ്പോൾ, ഞാൻ ആ സഹോദരനെ അറിയൊന്നുമില്ല, പക്ഷെ അദ്ദേഹം ഇത് എഴുതി കണ്ടപ്പോൾ ശരിയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ഭാഗത്ത് എതിർക്കുന്നു, ആയിക്കോട്ടെ, എതിർത്തോളി. മറുഭാഗത്ത് അതിനേക്കാൾ വലിയ ആളെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് ഈ എതിർക്കണിയിൽ എന്ത് അന്തസ്സുള്ളത്, എന്ത് നിലപാടുള്ളത് എന്ന് ചോദിക്കാൻ, അതൊന്ന് ചോദിക്കണ്ട. അല്ലെങ്കിൽ എന്ത് മനസ്സമാധാനം കിട്ടുക? നമുക്കൊക്കെ അല്ലേ വ്യക്തിത്വം, നമുക്കൊക്കെ അല്ലേ ആദർശങ്ങൾ, നമ്മളൊക്കെ ഇത് സമൂഹത്തെ കാണില്ലേ? എത്രയോ നല്ലവരായ ഹൈന്ദവ സന്യാസിമാരും അത്തരം പണ്ഡിതന്മാരും നിലനിൽക്കെ മറ്റോരില്ലാതെ മുഴുവനാണില്ലല്ലോ എന്നുള്ളതാണ്. അത് ആവൂലല്ലേ? ആയിക്കോട്ടെ, നിർത്തുന്നു.